വരുന്നടാ. മഹേഷേ, ഒന്നിങ്ങോട്ട് വന്നേ. ദേ, കുര്യന് നിന്നോടെന്തോ പറയാനുണ്ടെന്ന്. അയ്യോ ഭാവനച്ചായ, ഞാനാ കുര്യച്ചൻ. ഇവൻ കുഞ്ഞുവൻ, സൗമ്യയുടെ പപ്പ. മോത്തന്നാണിച്ച. ഒന്നുമില്ല. ഒന്നുമില്ലേ? എന്നാ ഏട്ടാ കാര്യം? ചേട്ടായി പറ. നീ പറഞ്ഞാ മതി. നീയും സൗമ്യയും തമ്മിലുള്ള കണക്ഷൻസ് ഈ നാട്ടുകാർക്ക് അറിയാവുന്ന പോലെ എനിക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എൻ്റെ മനെ എനിക്കതിന് ചെറുപ്പത്തിലോട്ട് അറിയാവുന്നൊരു പയ്യന്. അവൾക്കിപ്പോൾ നല്ല ഒരു ആലോചന ഒത്തുവന്നിട്ടുണ്ട്. ഇവൻ്റെ കൂടെ ജീവിക്കുള്ളൂ എന്നും പറഞ്ഞാൽ അവൾ നടന്നിരുന്നു. ഇപ്പോൾ അവൾക്കൊരു വെളിവുണ്ടായിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യേ, നീ സൗമ്യമായിട്ടൊന്ന് സംസാരിക്കേ. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരു തീരുമാനത്തിലെത്താം. ഹലോ. എനിക്ക് മഹേഷിനെ മറക്കാൻ പറ്റുമെന്നത് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് രണ്ടുപേർക്കും നല്ലതേ വരൂ. നൈസായിട്ടങ്ങ് ഒഴിവാക്കി കളഞ്ഞല്ലേ. ശരി. മായിച്ചേട്ടാ ഒരു ഫോട്ടോ എടുക്കണോ? കൊള്ളാം മായിച്ചേട്ടാ, പറിച്ച് മാറ്റാവളെ. എന്നാത്തിന്? ഇതും ആ ഫോട്ടോയുടെ സൈസ് അറിയാൻ വെച്ചേക്കട്ടെ. നീ വാ. ശരി. പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണേ. ഫോട്ടോ എന്നാത്തിനാടാ? ഒരു സിം എടുക്കാനായിരുന്നു. അതെ മഹേഷേട്ടാ, ഇന്നലെ രാത്രി ഏഷ്യാനെറ്റ് മൂവീസിൽ കിരീടമുണ്ടായിരുന്നു. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും മുമ്പ് ചെങ്കോലും. ലാലേട്ടനെ പോലും മഹേഷനും എന്തെങ്കിലും കടുങ്കൈ കാണിച്ച് മറ്റവനെ കൊന്ന് ജീവ വരുന്നു ജയിലിൽ പോയി. സ്നേഹിച്ച പെണ്ണിനെ വേറെ ആരും കെട്ടിക്കൊണ്ടുപോയി. മൊത്തം കുഴപ്പമായി. മഹേഷേട്ടൻ തിരിച്ച് ജയിലിൽ നിന്ന് വരാൻ നേരത്ത് ആകെ ഉണ്ടായ പെങ്ങളെ പിഴച്ചുപോയി. അച്ഛൻ പിമ്പായി, മഹേഷേട്ടൻ ഗുണ്ടിയായി. റോട്ടിൽ കിടന്ന് കുത്തുകൊണ്ട് ചാവുന്നൊരവസ്ഥ ഉണ്ടാവോ? തിരിച്ചു തല്ല് നമുക്കൊന്ന് ആലോചിച്ചിട്ട് പോരെ? Chin down. Shoulder down. Chin down. Chin പൊടിക്കാം. ഐസ് ഓപ്പൺ. റെഡി. ആലോചിക്കാനൊന്നുമില്ല ക്രിസ്പി. അവനെ തിരിച്ചിടിച്ചിരിക്കും. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ അവൻ്റെ പേര് ജിംസൺ, വീട് തടിയമ്പാട്, മേരി മാതാ വർക്ക്ഷോപ്പിലെ ബെൽഡറാണ് അവൻ. കമോൺ മനുഷ്യട്ടാ. മറ്റവരെ തിരിച്ചെല്ലാം പോവാ. ഇടിക്കാണെങ്കിൽ വാടാ. എട്ടിൻ്റെ ഒരു ലൂണാർ വാങ്ങിച്ചോ. ബിനോയ് വേഗം വാ, അവിടെ അടിയോടെ നീ വരണ്ട. ഞാനില്ല, നിങ്ങൾ വിട്ടോ. കടയിൽ നോക്കണേ.
എന്നാ ജിംസല്ലേ? അവൻ ഇന്നലെ ഗൾഫിന് പോയല്ലോ. അവന് ദുബായി ജോലി കിട്ടി. പുറംപണിക്കാണ് ഇവിടെ നാളെ വിടത്തില്ല കേട്ടോ. രണ്ട് കടിഞ്ചായ. മാസ്റ്ററെ എൻ്റെ വേണമെങ്കിൽ ഒരു 20 രൂപ മറിക്കാനുണ്ടായിരുന്നു. ആണോ? ഓരോ പൊറോട്ടയും സാമ്പാറും കൂടി എടുത്തോ. മാസ്റ്ററെ, എൻ്റെ പേര് വിജിലേഷ്. വീട് ഇവിടെ അഞ്ചുരുളിയിലാ. എനിക്ക് 3-4 ആൾക്കാർ തല്ലണം. 4-5 മാരക അടവുകൾ പഠിപ്പിച്ചു തരുമോ മാസ്റ്ററെ? പൊറോട്ട കുങ്ഫു ഒരു മാർഷ്യൽ ആർട്സ് പ്രൊട്ടക്ഷന് വേണ്ടിയുള്ളതാണ്. അത് ആൾക്കാരെ തല്ലിക്കൊല്ലാനുള്ളതല്ല. പ്രൊട്ടക്ഷന് വേണ്ടി തന്നെയാണ് സാറേ. എൻ്റെ വല്യച്ഛൻ്റെ മോള് സ്കൂൾ വിട്ട് വരുമ്പോൾ 2 അമ്മമാർ മൊബൈൽ ഫോട്ടോ എടുക്കലും കമൻ്റ് അടിയും. അത് പിന്നെ ഓട്ടോയ്ക്കാണ് വീട്ടിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഓട്ടോക്കാരൻ്റെ ശല്യമാണ് സഹിക്കാൻ മേലാത്ത. ഒരു ബീഫ് എടുക്കട്ടെ? ഓ വേണ്ട. ചോദിക്കാൻ ചെന്ന് തന്നെ താടിക്കിട്ട് തേമ്പി സാറേ. എന്തല്ലേ നമ്മളൊക്കെ ആങ്ങളമാരെന്ന് പറഞ്ഞിങ്ങനെ നടന്നിട്ട്. ഒരു ബീഫ് വരട്ടെ? ഒരു ബീഫ്. ഓക്കെ, ആണി ഉണ്ടാവും, സൂക്ഷിക്കണേ. അയ്യോ, മതി മതി മതി. വൺ ലൈൻ ചുട്ടു. ഡിവൈഡ് ഇൻ 2. ഓക്കെ, സ്റ്റഡി. വലതി കാല് ക്ലോസ്. കാലടിപ്പിച്ച് ബോ ബാക്ക് ജോഗിങ്.